എല്ലാവർക്കും ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുലുക്കി ചായയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കുലുക്കി ചായ. അപ്പോൾ നമ്മുടെ കൊച്ചടുക്കളയിൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടുംചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പം 1.5 ഗ്ലാസ്സിൽ ഇപ്പം നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ കുലുക്കി ചായ ഉണ്ടാക്കാൻ പോകുന്നത് ആ അളവിൽ വേണം വെള്ളം എടുക്കാനായിട്ട്. 1/2 ഗ്ലാസ് കൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് മധുരം ചേർക്കണം. നല്ല മധുരം വേണം ചേർക്കാനായിട്ട്. നമ്മൾ ചായ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ നല്ല മധുരം ഇതിലോട്ട് ചേർക്കണം. അപ്പം ഞാൻ 4 സ്പൂൺ മധുരമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. കാരണം ഇതിൽ മധുരമാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. എന്നാലേ നമ്മുടെ ആ ലെയറായിട്ട് ചായ ഇതിൽ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിങ്ങനെ പഞ്ചസാര കൂടുതൽ വേണമെന്ന് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മുടെ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് പൊടി ചേർക്കാം. ചായപ്പൊടി ചേർക്കാം. ഇത് ചായപ്പൊടി നല്ല കട്ടിക്ക് വേണം ചേർക്കാനായിട്ട്. നിങ്ങൾക്ക് ഏത് ചായപ്പൊടി വേണമെങ്കിലും ചേർക്കാം. ഞാൻ 3 ടീസ്പൂൺ ചായപ്പൊടി ചേർക്കുവാണ്. നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ ഇതിപ്പം ഇച്ചിരി ഒന്ന് കുറുകി വരട്ടെ. നല്ല കടുപ്പം വേണം ഇതിലേക്ക്. 1 മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇത് അരിച്ച് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ബൗളിലോട്ട് ഈ ചായ അരിച്ച് മാറ്റുവാണ്. ഇനി വേണ്ടത് പാലാണ്. ഇത് ഞാൻ 3 ഗ്ലാസ് പാലാണ്. ഇത് ഫുൾ ഫാറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ കുടിക്കുന്ന ഗ്ലാസിൻ്റെ അളവിൽ വേണം ഇത് എടുക്കാനായിട്ട്. ഒരു വലിയ പാത്രത്തിലേക്ക് പാല് തിളപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തിളച്ച് പൊങ്ങത്തില്ല. അതേപോലെ തന്നെ നിങ്ങളിത് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം പാട വീഴാതെ ഇരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. 3 മുതൽ 5 മിനിറ്റ് വരെ ഈ പാല് നന്നായിട്ടിട്ട് തിളപ്പിക്കണം. നമ്മൾ ഒഴിച്ചിരിക്കുന്ന പാലിൻ്റെ അളവ് കുറച്ചൊന്ന് കുറയുമ്പോൾ നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന കണക്കിൽ ആ കുലുക്കി ചായയുടെ നന്നായിട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ പാട കെട്ടാതെ വേണം. ഇടയ്ക്കൊന്ന് നിങ്ങൾ ഇളക്കി കൊടുക്കുകയും വേണം. ഇതിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് ഇത് ഒഴിക്കുകയാണ്. അപ്പം ഇതിപ്പം ഞാനൊരു ഹാൻഡ് മിക്സറോ അല്ലെങ്കിൽ ബീറ്ററോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വിട്ട് പതപ്പിക്കുക. അപ്പം നന്നായിട്ട് പത വേണം. അത് അങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ കുലുക്കി ചായ ശരിയാകത്തുള്ളൂ. അപ്പം എൻ്റെ കയ്യിൽ ബീറ്റർ ഇല്ലാഞ്ഞിട്ട് ഈ ഒരു സാധനമേ ഉള്ളൂ. അപ്പം ഇതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് പതപ്പിക്കാൻ പോവാണ്. ഇത് 1 മിനിറ്റോളം ഇങ്ങനെ നന്നായിട്ട് ചെയ്യുക. നന്നായിട്ട് ഇങ്ങനെ പതയ്ക്കണം. അതാണ് ഈ കുലുക്കി ചായയുടെ ഒരു പ്രത്യേകത. അപ്പം ചിലർ പറയാറുണ്ട് ഒരു ചായ ആറ്റുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലാസ് മാറ്റി ചെയ്യരുത്. അങ്ങനെ ചെയ്യാൽ ഈ പത ശരിക്കും കിട്ടത്തില്ല. ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ബീറ്റർ തന്നെ വേണം. ബീറ്റർ തന്നെ കൊണ്ട് ഉപയോഗിച്ചാൽ മാത്രമേ ആ ഒരു സക്സസ് ആയിട്ട് നമുക്ക് കുലുക്കി ചായ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഉണ്ട് നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. ഇത് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാനിത് മാറ്റുവാണ്. ഇപ്പം നമ്മൾ 2 ഗ്ലാസ് എടുത്തു വെക്കാൻ പോവാണ്. സ്പൂൺ എടുക്കുക. അതിലോട്ട് നമുക്ക് ആദ്യം ഈ കട്ടൻ ചായ ഒഴിക്കുക. അപ്പം ഞാൻ ഇത്രയും കട്ടൻ ചായ ഒഴിച്ചിട്ടുണ്ട്. നീ ഒഴിക്കാൻ പോകുന്നത് പതയാണ്. അതായത് നമ്മളിപ്പം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലിൻ്റെ പത. അപ്പോൾ ഇത് ഞാൻ പാലാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പാൽ ഒഴിച്ചിട്ടുണ്ട്.
ഇപ്പം നമുക്ക് ഇത് കുലുക്കാൻ പോവാണ്. അപ്പം ഞാനിത് കുലുക്കുന്നില്ല, ഞാൻ കുലുക്കി 2 വട്ടം ഡ്രോപ്പ് ആയതാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡാണ് ഇത് കുലുക്കാൻ പോകുന്നത്. ഇത് ശരിക്കും പ്രാക്ടീസ് വേണം. അപ്പോൾ ഇനി നമ്മൾ കുലുക്കാൻ പോവാണ്. കുലുക്കാനുള്ള ഓരോ ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ കൈ ഇപ്പം നമ്മളൊരു സാധനത്തെ പിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ പിടിക്കുന്നതിന് പകരം നമ്മൾ കൈ ഇങ്ങനെ കമത്തിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വീശുക. ഇച്ചിരി നല്ല ആഴത്തിൽ വീശണം, അല്ലെങ്കിൽ ചായ തെറിച്ച് പുറത്ത് പോകും. അതായത് ഒന്ന് ഇച്ചിരി ആഴത്തിൽ വീശണം. അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നു വെച്ചാൽ സ്റ്റീൽ ഗ്ലാസിൻ്റെ അകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ തന്നെ വെള്ളം സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിലും താഴെ പോയാലും കുഴപ്പമില്ലല്ലോ. അത് ഇങ്ങനെ തന്നെ പിടിച്ച് ചെയ്താലും മതി. ഇപ്പോൾ ഒരു ഗ്ലാസ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടോ, ഇതിങ്ങനെ എടുത്താൽ മതി. വെള്ളത്തോടു കൂടി എടുക്കുമ്പോൾ ഉണ്ടോ, തിരിച്ച് ഇവിടെ വെക്കുമ്പോൾ എപ്പോഴും, അതായത് കൈ ഇങ്ങനെ കറക്കുമ്പോൾ ഈ 2 വിരലും കൊണ്ട് നമ്മൾ ആ ഗ്ലാസ്സെ പിടിക്കുമ്പോൾ ഈ 2 വിരലും കൊണ്ട് പിടിക്കുക. നമ്മളിങ്ങനെ കറക്കുന്ന കൂട്ടത്തിൽ ഗ്ലാസ് ചെറുതായിട്ടൊന്ന് കറങ്ങി ഇവിടെ നിർത്തിക്കുന്ന സമയത്ത് ഗ്ലാസ് സ്ട്രെയിറ്റ് തന്നെ വരണം. ഈ കറക്കുന്നത് കുറച്ച് സ്പീഡിലെടുക്കണം. നിൽക്കാറാകുമ്പം, അതായത് നമ്മൾ ഈ ഒരു ആംഗിൾ വന്നു കഴിയുമ്പോൾ, ഈ ആംഗിൾ കഴിഞ്ഞ് ഈ ആംഗിൾ ആകുമ്പോഴത്തേനും ഗ്ലാസ് നേരെ തന്നെ അയക്കണം, അല്ലെങ്കിൽ ചായ തെറിച്ച് വെളിയിൽ പോകും. ഉണ്ടോ, ഈ ഒരു സിസ്റ്റമാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കാൻ പോവാണ്. അതിന് വേണ്ടി ഞാനിങ്ങനെ കൈ ഇങ്ങനെ മലത്തി പിടിച്ചിട്ട് എടുത്തിട്ട് ഉണ്ട്, ഇപ്പം നോക്കി, അതായത് ഞാൻ ഇങ്ങനെ കൈ പിടിക്കുന്നതിന് പകരം ഞാൻ കൈ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് ഈ ഗ്ലാസ് ഇങ്ങനെ പിടിച്ചു, ഗ്ലാസ് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തു, വീശി തിരിച്ചു വെച്ചു. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇത് ഇങ്ങനെ, ഇതിപ്പം ക്യാമറ ഇവിടെ അടുത്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. ഇങ്ങനെ വേണേലും എടുക്കാം. ഇങ്ങനെ എടുത്തപ്പോൾ പൊങ്ങി എടുക്കുമ്പോൾ ക്യാമറയ്ക്കകത്ത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഒന്നുകൂടെ കാണിക്കാം. കൈ നേരെ ഇങ്ങനെ പിടിക്കുന്നതിന് പകരം കൈ ഒന്നെങ്കിൽ ഇങ്ങനെ മലത്തുക, അല്ലെങ്കിൽ കൈ തിരിച്ച് മടക്കുക. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടോ, 2-3 പ്രാവശ്യം ചെയ്യുമ്പം നല്ലപോലെ കലങ്ങും. കണ്ടോ, നല്ല കടും ചായ. ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ കലക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചായ കിട്ടുന്നു, അതേ ഉള്ളൂ. ഇപ്പം ഫുൾ ജാർ സോഡ ആണെങ്കിൽ നമ്മളൊരു ഗ്ലാസ്സിലോട്ട് ഒരു ഗ്ലാസ് ഒഴിക്കുമ്പോൾ ആ പതഞ്ഞ് വരുന്നതാണല്ലോ ഒരു സത്യം പറഞ്ഞ ഒരു ഭംഗി. ആ ഒരു നമുക്ക് ആ ചെയ്തതിൻ്റെ ആ ഒരു ഇത് കിട്ടും. അത്രേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഈ കുലുക്കി ചായയുടെ. കാരണം ഇതിനിച്ച കടുപ്പ കൂടുതലാണ്, പഞ്ചസാര കൂടുതലാണ്. പിന്നെ ആ കൈ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചായ വരുന്നു, അതാണ് ഒരു സന്തോഷം. അപ്പം ഇതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ, കുട്ടികളുടെ മുമ്പിൽ വെച്ച് നിങ്ങളിത് ചെയ്യരുത്. കുഞ്ഞു കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇത് ചെയ്യരുത്. കുഞ്ഞു കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇത് ചെയ്യരുത്. കാരണം നല്ല ചൂട് ചായയാണ്, ദേഹത്ത് വീഴും ആദ്യമൊക്കെ ചെയ്യുമ്പോൾ. കാരണം ചില സമയത്ത് ഇപ്പം ഞാൻ 2-3 വട്ടം ചെയ്ത് ഫ്ലോപ്പായി പോയ കാര്യമാണിത്. അപ്പോൾ പ്രാക്ടീസേ ഉള്ളൂ. പിന്നെ ചിലവർക്കത് പെട്ടെന്ന് ഒരു നാക്കാണ്, എന്താ പറയുക, ഒരു കൈ പിടിക്കുന്ന ആ ഒരു ഇതാണ് എൻ്റെ ഒരു ഭംഗി. ഇതിൻ്റെ അകത്തൊരു മണ്ടത്തരം പറ്റി ഞങ്ങൾ വീഡിയോ മുമ്പേ എടുത്തിട്ട് കറക്റ്റ് കുലുക്കുന്ന സാധനം ഇതിൻ്റെ അകത്ത് റെക്കോർഡായില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത് ഇതിനു വേണ്ടി തന്നെ മൂന്നാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം അങ്ങോട്ടായി. ആദ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായത്. മൊത്തം ചായ കൂടിയായിരുന്നു സത്യം പറഞ്ഞാൽ പറയാം. ആദ്യം ഒന്നുണ്ടാക്കി ഫ്ലോപ്പായിപ്പോയി, ഞാൻ ഉണ്ടാക്കി ഫ്ലോപ്പായിപ്പോയി. പിന്നെ ഞങ്ങൾ ഷൂട്ടിങ്ങിന് വേണ്ടി എടുത്തു. അത് കറക്റ്റായിരുന്നു. അപ്പോൾ ശരിക്കും ആ ഭാഗം സിനിമയിൽ പറയുന്ന പോലെ റെക്കോർഡായില്ല. എന്തായിരുന്നു പ്രോബ്ലം എന്ന് വെച്ചാൽ ആ ഭാഗം മാത്രം, കൈകൊണ്ട് പോകുന്ന ഭാഗം മാത്രം റെക്കോർഡായില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും എടുത്തിരിക്കുകയാണ് ഷൂട്ടിങ്. അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. രസമാണ് എന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യരുത് എന്നുള്ള റിക്വസ്റ്റ് മാത്രമേ ഡോണ കിച്ചൻ നിങ്ങളോട് പറയുന്നുള്ളൂ. അപ്പം അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.